ഇങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ദൈവത്തെ അറിഞ്ഞ വ്യക്തി, ദൈവത്തിന്റെ തിരുഹിതം നിറവേറ്റുന്ന വ്യക്തി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരന്റെ പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥന വിധമെടുക്കുന്ന തിരുവചന വിചിന്തന പരമ്പരയുടെ 61ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ കൃത്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃപ്രാർത്ഥനയിലെ 7 യാചനകളിൽ 3ാമത്തെ യാചനയെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. തിരുമനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സ്വർഗത്തിലെ പോലെ എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 കാര്യങ്ങൾ ഉൾക്കൊള്ളും നമ്മൾ കാണുകയുണ്ട്. സ്വർഗത്തിലെ ദൈവം 3 കാര്യം, കൂട്ടായ്മയിലാണ് ഒരു ദൈവം 3 ആളുകളെങ്കിലും. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണത്, പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ഇതാണ് സ്വർഗീയ അവസ്ഥ ഭൂമിയിൽ വരുമ്പോൾ നമ്മളും അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ നേർക്കാഴ്ച നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നത് ബൈബിളിൻ്റെ ആരംഭത്തിലും അവസാനത്തിലുള്ള പർദീസ അനുഭവവും അവസാനത്തിലുള്ള സ്വർഗ രംഗ വിവരണത്തിലുമാണ്. ഉൽപ്പത്തി 2-ാം അധ്യായത്തിലും വെളിപാട് 21-ാം അധ്യായത്തിൽ കാണുകയുണ്ടായി. കൂട്ടായ്മയുടെ ഒരു സാന്നിധ്യം എങ്ങനെ, അല്ല അവസ്ഥ എങ്ങനെ അവിടെ പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നു, സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ സെഷൻ കാണുകയുണ്ടായി. നമുക്ക് ഈ സെഷനിൽ സ്നേഹത്തിൻ്റെ ആ ഒരു എലമെന്റ് എന്തുമാത്രം നമുക്കിവിടെ നിരീക്ഷിക്കാൻ പറ്റും. നമ്മൾ കൂട്ടായ്മ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. നമ്മൾ സ്നേഹത്തെ പറ്റി നമ്മൾ കണ്ടു. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ സ്വഭാവം അവിടെ വ്യക്തമാകുന്നുണ്ട്. നമ്മൾ കണ്ടു, ദൈവം മനുഷ്യ മക്കളെ സ്നേഹിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവർ പാപം ചെയ്ത് കഴിഞ്ഞിട്ടും ഉൽപ്പത്തി 3:8 ദൈവമേ കർത്താവ് അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ സ്നേഹിച്ചിരുന്നോ അതേ രീതിയിൽ തന്നെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വരുന്നു. ദൈവയുടെ പക്കലേക്ക് വരികയാണ്. ദൈവത്തിന് സ്നേഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹിക്കുന്നത് നമ്മൾ പാപം ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല. നമ്മൾ പാപം ചെയ്താലും ഇല്ലെങ്കിലും ദൈവം നമ്മളെ നിരന്തരം സ്നേഹിക്കുകയാണ്. ഇതെല്ലാം ആദ്യം തന്നെ കണ്ടതാണ്. അങ്ങോട്ട് നാം പൂജിതമാകണമേ എന്നുള്ള 1ാമത്തെ യാചനയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ, അപ്പൊ ഇവിടെ നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ തുളുമ്പുന്ന അവസ്ഥയാണ് നമുക്ക് പർദീസയിൽ കാണാനായിട്ട് പറ്റുന്നത്. അവർ പാപം ചെയ്യുന്നതിന് മുമ്പും അങ്ങനെയാണ്, പാപം ചെയ്ത് കഴിഞ്ഞിട്ടും അങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 12:47 ഈശോ പിന്നീട് അതിന്റെ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ വാക്ക് കേൾക്കുന്നവൻ അത് പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. വിധിക്കുക എന്നുള്ളതല്ല എൻ്റെ പരിപാടി. വിധിച്ചാൽ, കുറ്റം വിധിച്ചാൽ ശിക്ഷിക്കുകയാണ്. ശിക്ഷിക്കാനായിട്ടല്ല, ദൈവം ശിക്ഷിക്കാനല്ല വരുന്നത്, സ്നേഹിക്കാനാണ്. ഏതെങ്കിലും വ്യക്തി ദൈവം നൽകിയ സ്വതന്ത്ര മനസ്സ് അശ്രദ്ധമായിട്ട് ഉപയോഗിച്ചോ, ദുരുപയോഗിച്ചോ, സാത്താന്റെ വഞ്ചിക്കപ്പെട്ട് ദുരുപയോഗിച്ചോ ഈ സ്വർഗീയ അവസ്ഥയിൽ നിന്ന് പുറത്തു പോയാൽ ആ പുറത്തു പോകുന്ന വ്യക്തി എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരാനായിട്ട് വഴി കാണിക്കാൻ ഈശോ ഭൂമിയിലേക്ക് വന്നു. ഞാൻ ആ വഴി സത്യജീവനും ആ വഴിയെ നീങ്ങാനുള്ള കരുത്ത് നമുക്ക് വേണ്ടി അവന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്കും മേൽ കൃപ. യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായത്തില് 16-17 വാക്യങ്ങൾ, കൃപയ്ക്കും മേൽ കൃപ. അങ്ങനെ വഴിയും കാണിച്ചു തന്നു. അതിനെ മുന്നേറാനുള്ള കരുത്തും അതിൻ്റെ എനർജി, അല്ലെങ്കിൽ വണ്ടിക്കൂലി എന്ന് പറഞ്ഞ പോലെ വഴി യാത്ര ചെയ്യണം, വണ്ടിക്കൂലി, ഭക്ഷണം, അതും ഈശോ തന്നിരിക്കുകയാണ്. അങ്ങനെ തന്ന് നമുക്ക് വേണ്ടി സ്നേഹിക്കുന്നു. റോമാലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന ആദ്യ ഖണ്ഡികയിൽ, നാം പാപികളായിരിക്കെ അവിടെ നമുക്ക് വേണ്ടി പുത്രനെ ബലിയായിട്ട് അർപ്പിച്ചു. ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ ആരെങ്കിലും ഒക്കെ തുനിഞ്ഞെന്ന് വരാം. പക്ഷെ വൃത്തികെട്ടവർക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി മരിക്കുക. പക്ഷെ നമ്മൾ പാപികളായിരിക്കെ ദൈവം തന്നെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ദൈവരായി സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുകയും. അങ്ങനെ നമ്മൾ ഈശ്വര പ്രഭാഷണം കാണുന്നുണ്ട്. ദൈവരായി സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുകയും. അവിടുന്ന് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മൾ അനുദപിച്ച് കഴിഞ്ഞിട്ടല്ല അവിടുന്ന് ഭൂമിയിലേക്ക് വരുന്നത്. നമ്മൾ അനുദപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് വന്നു ദൈവരായി പ്രഘോഷിക്കുകയാണ്, സ്വീകരിക്കാൻ പറയുകയാണ്. സുഹൃത്തുമൊത്തം തിരിച്ചു വരുമ്പം വന്ന് മുട്ടുകുത്തി പാപം ഏറ്റു പറഞ്ഞിട്ടല്ല അപ്പം കെട്ടിപ്പിടിക്കുന്നത്. അവന്റെ തലവട്ടം കണ്ടപ്പോഴേ ഓടിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. അവൻ പാപം ചെയ്തു പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ പേര് അപ്പന്റെ സ്നേഹം ഓഫായി പോയില്ല. അവൻ പോയ അവസ്ഥയിലും അപ്പൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അവിടെ ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ അവൻ എന്തിനാ വരുന്നെന്നുള്ളത് അന്വേഷിക്കാതെ, എന്തിനാ വരുന്നത്, ഇനി ബാക്കി വീതം വാങ്ങിക്കാൻ വരുന്നതാണോ, മല്ല് കാണിക്കാൻ വരികയാണോ അല്ലയോ എന്നുള്ള ഉറപ്പാക്കിയിട്ട് അവനെ കെട്ടിപ്പിടിക്കാൻ ചുംബിക്കാം, അങ്ങനെ ചിന്തിക്കുന്നില്ല. അങ്ങനെയല്ല, അവൻ വന്നാ മതി,
അത്രേ ഉള്ളൂ. നഷ്ടപ്പെട്ടവനായിരുന്നു, മരിച്ചവനായിരുന്നു, ഇപ്പൊ വീട് കിട്ടി ജീവിച്ചിരിക്കുന്നു. അപ്പൊ തന്നെ പറയുന്നുണ്ടല്ലോ തന്റെ വീട്ടിലുള്ളവരോടും സേവകരോടും എൻ്റെ മൂത്ത മകനോട് പറയുമ്പോഴും അതുകൊണ്ട് സന്തോഷിക്കുകയാണ്. അങ്ങനെ വെച്ച് കണ്ടപ്പോഴേ ഓടിച്ചത് കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ പിന്നെ എന്താ പന്നിക്കൂട്ടി പോയി കെട്ടിപ്പിടിക്കാത്തത് എന്ന് ചിലപ്പോൾ ചോദിക്കാൻ തോന്നും നമുക്ക്. പക്ഷെ പന്നിക്കൂട്ടി പോയി എന്താ കെട്ടിപ്പിടിച്ചോണ്ട് വരാത്തത്? അവന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞു, പാപം ചെയ്ത് ദൈവത്തെ അവിടുത്തെ വേദനിപ്പിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ നമ്മളെ അനുവദിക്കാൻ മാത്രം പോലും അവിടെ നമുക്ക് നൽകിയ സന്തോഷവും ഛായയും ഉൾക്കൊള്ളുന്ന സ്വാതന്ത്ര്യത്തെ അവിടുന്ന് മാനിക്കുന്നുണ്ട്. പത്രോസ് തള്ളിപ്പറഞ്ഞ് തന്നെ തള്ളിപ്പറയും 3 പ്രാവശ്യമൊന്നും കണ്ടിട്ട് പോലും പത്രോസ് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ചെയ്യേണ്ട ദൗത്യം പറഞ്ഞേൽപ്പിക്കുന്ന ഈശോ എന്ന് പറയുമ്പം ആ സ്നേഹം പത്രോസിന്റെ പ്രവൃത്തിയാലല്ല നിർണ്ണയിക്കപ്പെടുന്നത്. യുവദാസ് ഒറ്റുകൊടുക്കാൻ വരുമ്പോഴും നമുക്കറിയാം, സാത്താനെ അകത്ത് വെച്ചിട്ട് തന്നെ വിറ്റ് കിട്ടിയ 30 വെള്ളിക്കാശ് പോക്കറ്റിലിട്ട് കിലുങ്ങാതിരിക്കാൻ കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് നടന്നടുത്ത് വന്ന് വഞ്ചനയുടെ പുഞ്ചിരി ചുംബനമായിട്ട് വരുന്ന അവസ്ഥയിൽ യുവദാസിനെ സ്നേഹിത എന്ന് വിളിക്കുന്നു. അതാണ് ദൈവത്തിന്റെ സ്നേഹം. അപ്പൊ ഈ സ്നേഹമാണ് ബൈബിൾ മുഴുവൻ നിറഞ്ഞു തുളുമ്പുന്നത്. അതുകൊണ്ട് യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാമത്തെ പുസ്തകം പറയുകയാണ്, ഈ ദൈവത്തെ, ഈ സ്നേഹത്തെ അറിഞ്ഞിട്ടില്ല എങ്കിൽ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഈ സ്നേഹത്തില് പൂർണ്ണത പ്രാപിക്കുമ്പോൾ നമ്മുടെ ഭയമെല്ലാം മാറും. വിധി ദിവസം നമുക്ക് പ്രത്യാശ ഉണ്ടാകും. വിധി ദിവസം ഒരു പ്രത്യാശ ഉണ്ടാകും. ഭയം ശിക്ഷയെക്കുറിച്ചാണ്. വിധി ദിവസത്തിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ചിന്ത നമുക്ക് ഭയം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവത്തിന്റെ സ്നേഹത്തെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യോഹന്നാൻ 17:3 വാക്യം പറയുന്നതും ഞാൻ പെട്ടെന്ന് ചേർത്ത് വെച്ച് പറയുകയാണ്, ഏകസത്യമായ അങ്ങയും അങ്ങയച്ച ഏകോത്തര യേശുവിനെയും അറിയുന്നിടത്ത നിത്യജീവൻ. അറിയുന്ന വ്യക്തി ദൈവത്തിന്റെ സ്നേഹം അറിയും, സ്നേഹം അനുഭവിക്കും. അപ്പൊ പിന്നെ നമ്മുടെ പാപത്തെ കുറിച്ചൊരു ഭയമില്ല. പാപം ഒഴിവാക്കും, ഉണ്ടായി തന്നെ ഏറ്റുപറയും, അവിടുത്തെ പരിഹാരം ചേർത്ത് വെച്ച് ആ വഴിയുടെ മുന്നേറി ഒരു പാപത്തിന്റെ എല്ലാ ചോർച്ചയും മാറിക്കിട്ടും. അവിടുത്തെ രക്തം എല്ലാ അനീതി നമ്മൾ ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം അല്ലെ, അവിടുത്തെ രക്തം എല്ലാ അനീതി നമ്മൾ ശുദ്ധീകരിക്കും. അതിനായിട്ട് നമ്മൾ ചേർന്ന് കൊടുത്താൽ മതി. ഒരുപാട് 7-ന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോഴും കാണാം, സ്വർഗത്തിലെ വെള്ളയങ്കി അണിഞ്ഞവര് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ കഴിവ് ഒഴിപ്പിച്ചവരാ. അങ്ങനെ ഒഴിപ്പിച്ചവർക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ദൈവത്തിന്റെ സ്നേഹമാണ് നിറഞ്ഞു നിൽക്കുന്നത്. പ്രതീക്ഷയുടെ രൂപകൽപ്പനയില്, മനുഷ്യന്റെ സൃഷ്ടിയില് മനുഷ്യന് വേണ്ടി പങ്കാളിയെ ഉണ്ടാക്കുന്നു, തുണയെ ഉണ്ടാക്കുന്നു, ജീവജാലങ്ങള് എല്ലാം ഉണ്ടാക്കുന്നിടത്ത് പാപം ചെയ്ത് കഴിഞ്ഞിട്ട് പോലും മക്കളെ എന്ന് വിളിച്ച് വരുന്ന ദൈവത്തിന്റെ സ്നേഹം. അത് തന്നെയാണ് വെളിപാട് പുസ്തകത്തിലും 21-ാം അധ്യായം നമ്മൾ കാണുകയുണ്ട്. അവിടെയുള്ള ചുരുങ്ങിയ പരാമർശങ്ങൾ കൃത്യമായിട്ട് പറയുകയാണ്. 4-ാം വാക്യം, അവര് എന്റെ ജനമായിരിക്കും, അവിടെ ജനമായിരിക്കും, അവരുടെ വസിക്കും അവിടുന്ന്. വീണ്ടും ഇനിമേൽ അവിടുന്ന് അവരുടെ പെടികളിൽ നിന്ന് കണ്ണീർ തുറച്ചു നിൽക്കും. ഇനി മരണമുണ്ടായിരിക്കില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. അതെല്ലാം മാറ്റി തന്റെ ചങ്കത്ത് ചേർത്ത് പിടിക്കും. തോർത്തവൻ തന്നെ അപ്പം കെട്ടിപ്പിടിക്കുമ്പോൾ ഇനി അവൻ ഒരിക്കലും പഞ്ഞമില്ല. അവന്റെ കീറിയ മുഷിഞ്ഞ ഉടുപ്പെല്ലാം ദൂരെ പോയി. അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി കൊടുത്ത കാളക്കുട്ടിയെ കൊടുത്ത് അപ്പന്റെ സ്നേഹം അങ്ങനെ പ്രകാശിതമാവുകയാണ്, പ്രകടമാവുകയാണ്. അതല്ല അനുഭവിക്കുക. അതാ പറഞ്ഞ ഇനിമേല് കണ്ണീരോ മുറവിളിയോ വേദനയോ ഒന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ഒരു സ്നേഹത്തിന്റെ വലിയ അവസ്ഥയിലേക്ക്, ആലിംഗനത്തിലേക്കാണ് കയറി വരുന്നത്, പക്ഷെ കയറ്റി എടുക്കുന്നത്. ഇതാണ് ദൈവത്തിന്റെ തിരുമനസ്. ദൈവത്തിന്റെ തിരുമനസ് നിറവേറുന്നിടത്ത് നമ്മളും ഈ സ്നേഹത്തിലേക്ക് വരും. യോഹന്നാൻ 1-ാം ലേഖനം 4-ാം അധ്യായത്തില് ഇങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ദൈവത്തെ അറിഞ്ഞ വ്യക്തി, ദൈവത്തിന്റെ തിരുഹിതം നിറവേറ്റുന്ന വ്യക്തി. യോഹന്നാൻ തന്റെ ലേഖനത്തിന് ആവൃത്തി പറയുന്നുണ്ടല്ലോ. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായത്തില് 6-ാം വാക്യം, അവൻ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് പുതിയ കൽപ്പനയെ കുറിച്ച് പറയുന്ന സ്നേഹത്തെ കുറിച്ച് 9-ാം വാക്യം, താൻ പ്രകാശത്തിലാണെന്ന് പറയുക, അതേസമയം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിലേക്ക് വരുന്നു, കൂട്ടായ്മയിലേക്ക് വരുന്നു. ആ 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്കുകൾ എല്ലാം അതാണ് പറയുന്നത്. ഞങ്ങൾക്ക് പിതാവുമായിട്ടും പുത്രനുമായിട്ടും കൂട്ടായ്മയുണ്ട്. 3-ാം വാക്യം, അതേ കൂട്ടായ്മ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ടുണ്ടാകാനും നിങ്ങൾക്ക് ദൈവവുമായിട്ടുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എഴുതുന്നത് എന്ന് പറഞ്ഞ അവസ്ഥ പറഞ്ഞ് പഠിപ്പിച്ചു പോകുന്നത്. കൂട്ടായ്മയിലേക്ക് വരണം. ആ ഒരു കൂട്ടായ്മ യോഹന്നാൻ 1-ാം ലേഖനം 4-ാമത്തെ അധ്യായത്തിലും 7-8 വാക്യങ്ങളിലും, സ്നേഹിക്കുന്ന ഏവനും ദൈവത്തെ ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അത് ദൈവ സ്നേഹമാണ്. അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്ന വ്യക്തി സഹോദരൻ സ്നേഹിക്കണം. അപ്പൊ ഈ ഒരു ചിത്രം നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ കാണുകയാണ് ദൈവത്തിന്റെ തിരുമനസ് നിവർത്തിതമാകുന്ന അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടു.
അടുത്ത കാര്യം നമ്മൾ കാണുന്നത് ഈ സ്നേഹം പരിശുദ്ധമായ സ്നേഹമാണ്, വിശുദ്ധമായ സ്നേഹമാണ്. പൂർണ്ണമായിട്ടും യാതൊരു കളങ്കവും മാലിന്യവും ഇല്ല ചേർത്ത് പിടിക്കുന്ന സ്നേഹം. അതുകൊണ്ടാണ് വെളിപാട് 21 വായിക്കുമ്പം നമ്മൾ കാണുകയാണ്, അവിടെ 21 അധ്യായത്തിൽ 21 വാക്യം, കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അത് പ്രവേശിക്കുകയില്ല. മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ഒന്നും അശുദ്ധമായതൊന്നും. ഈ 3 വാക്കുകൾ വായിക്കും പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഉൽപ്പത്തി 3 ആദ്യ വാക്യങ്ങളാണ്. സർപ്പം ഏറ്റവും കൗശലമുള്ളവനായിരുന്നു, കൗടില്യമുള്ളവനായിരുന്നു, വക്രബുദ്ധിയായിരുന്നു. മ്ലേച്ഛം, അശുദ്ധം, അശുദ്ധാരൂപി, മ്ലേച്ഛത അവിടെ കാണുകയാണ്. അങ്ങനെയുള്ളതൊന്നും പ്രവേശിക്കുകയില്ല. അപ്പൊ ദൈവത്തിന്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ പൂർത്തീകരിക്കപ്പെടുന്ന ജീവിതങ്ങളിലാണല്ലോ, അങ്ങനെയുള്ളവരുടെ കുടുംബങ്ങളിൽ ആയിരിക്കും സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ അശുദ്ധിയും മ്ലേച്ഛതയും കൗശല്യവും കൗടില്യവും ഒന്നും കയറുകയില്ല. വീണ്ടും അതേ അധ്യായം തന്നെ 8 വാക്യത്തില് 8 കാര്യങ്ങൾ ഈ അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും കൗടില്യത്തിന്റെയും ആയിട്ടുള്ള എണ്ണി പറയുന്നുണ്ട്. എന്താണ്? ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിതടകമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ളതൊന്നും ഈ സ്വർഗീയ കൂട്ടായ്മയുടെ സൗഭാഗ്യ അവസ്ഥയിൽ ഇല്ല. ഏത് ദൈവത്തിന്റെ തിരുമൻ സ്വർഗത്തിലെ പോലെ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ അശുദ്ധിയില്ല. മാലാഖമാർ നിരന്തരം പരിശുദ്ധൻ 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 എന്ന് പാടി ശ്രദ്ധിക്കുന്നു. എന്തെങ്കിലും അശുദ്ധി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞാടിന്റെ രക്തത്തിന് കഴുകി മാറ്റപ്പെട്ടു. സ്വർഗീയ ദർശനം കാണുന്നതായ വെളിപാടിന്റെ 4 അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. സാപ്പന്മാർ 7-8 വാക്യങ്ങള് പരിശുദ്ധൻ പരിശുദ്ധൻ പാടി ശ്രദ്ധിക്കുന്നു. ആ സ്തുതിപ്പിലേക്ക് ഈ വെള്ളയങ്കി അണിഞ്ഞ ജനക്കൂട്ടം മുഴുവനും വെളിപാട് 7-9 വാക്യങ്ങളില് എല്ലാ ജനതകളിലും ഗോത്രങ്ങളിലും ഭാഷകളിൽ നിന്നുള്ള ജനങ്ങള് അവര് ഒരുപോലെ വെള്ളയങ്കി അണിഞ്ഞ് നിരന്തരം ദൈവത്തെ പരിശുദ്ധൻ 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 പാടി സ്തുതിക്കുകയാണ്. എങ്ങനെ? കുഞ്ഞാടിന്റെ രക്തത്തെ അങ്കിൽ കഴുകി ഒളിപ്പിച്ചത് കൊണ്ട്. അപ്പൊ അങ്ങനെ പരിശുദ്ധിയുടെ വലിയ അനുഭവം, നിറവ്, സ്നേഹത്തിന്റെ വലിയ കൂട്ടായ്മയുടെ അനുഭവം, ഇത് രണ്ടും നമ്മള് ഈ ഉൽപ്പത്തി 2 രംഗങ്ങളിലും വെളിപാടിന്റെ 21, 22 രംഗങ്ങൾ കാണുകയാണ്. ഇതാണ് ദൈവത്തിന്റെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ആകുമ്പോൾ, ഭൂമിയിലാകുമ്പോൾ അവിടെ സംജാതമാകുന്ന അവസ്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഭൂമിയിലാവുക എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അത് നമ്മുടെ ഉള്ളങ്ങളിലാണ്. നമുക്ക് അതേപ്പറ്റി അടുത്ത സെഷനിൽ ചിന്തിക്കാം. ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.